നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമ കണ്ടു, കൊള്ളാം. മമ്മൂക്കയും അതിനൊപ്പം വിനായകനും ഒന്നും പറയാനില്ല, അസ്സലായിട്ടുണ്ട്. കഥാപാത്രങ്ങൾ എത്ര സൂക്ഷ്മതയോടെയാണ് ഇരുവരും കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നത് സിനിമ കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഈ സിനിമ കാണാൻ കയറുന്നതിന് മുമ്പ് വാങ്ങിയ പോപ്കോൺ പോലും സിനിമയിൽ ലയിച്ചിരുന്നത് കാരണം കഴിക്കാൻ മറന്നുപോയി എന്ന് വേണം പറയാൻ. എന്തായാലും സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. മാത്രമല്ല, ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ മമ്മൂക്ക അന്ന് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഒരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് അദ്ദേഹം അതിനെ വിലയിരുത്തിയതെന്ന് വേണം ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അതായത് അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ സിനിമയിൽ വില്ലനുമല്ല, എന്നാൽ നല്ലവനുമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുക മാത്രമല്ല, ഈ കഥയിലെ സസ്പെൻസും ത്രില്ലറും എല്ലാം അദ്ദേഹം സസ്പെൻസാക്കി വെച്ച് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം അന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം നടൻ വിനായകൻ്റെ ആ ഒരു അഭിനയത്തെക്കുറിച്ചായിരുന്നു. വിനായകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് വ്യക്തമാകും. അതായത് അന്ന് പറഞ്ഞത്, നടനെന്ന നിലയിൽ വിനായകൻ്റെ വളർച്ച ഏറെ അത്ഭുതത്തോടെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത് എന്ന് തന്നെയാണ്. അതായത് കഠിനപ്രയത്നവും ആത്മാർത്ഥതയും കൊണ്ട് മാത്രമേ ഒരു നടന് വിജയിച്ച് നടനാകാനൊക്കെ പറ്റുകയുള്ളൂ. വിനായകൻ അച്ചടക്കമുള്ള ഒരു നടനാണ്. വളരെ തീർച്ചയാണ്, വളരെ കറക്റ്റ് കാര്യമാണ്. അദ്ദേഹത്തിന് ഈ സിനിമയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അച്ചടക്കത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം റിയൽ ലൈഫിൽ എന്താണ് ഇങ്ങനെ എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ചോദിച്ചു പോകും. സിനിമയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ കളങ്കാവ് റിലീസിന് മുന്നോടിയായിട്ട് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിലാണ് വിനായകൻ്റെ ആ ഒരു രീതിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ മമ്മൂക്ക വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത്, ഒരുപക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് വിനായകന് ഏറെ ചേഞ്ച് ആയിരിക്കും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതായത് നമുക്കൊരു ചേഞ്ച് ആയിരിക്കും, വിനായകന് മുമ്പ് പോലീസായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നും, പക്ഷേ ഇങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുവെന്നും, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും എന്നൊക്കെയാണ് അദ്ദേഹം വിനായകനെക്കുറിച്ച് പറഞ്ഞത്. അതായത് വിനായകൻ്റെ വളർച്ച താൻ അത്ഭുതത്തോടെ നോക്കി കാണുന്നു എന്നാണ് മമ്മൂക്ക വ്യക്തമാക്കിയത്. അതായത് നമുക്ക് വേണ്ടി ആരും അഭിനയിക്കാൻ വരില്ല, നമ്മൾ തന്നെ അഭിനയിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഞാൻ ഒരാളുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും പലപ്പോഴും എനിക്ക് ഇല്ലാത്തത് കൂടിയാണെന്ന് ആലോചിക്കണം. ഇതൊക്കെ വിനായകനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്നായിരുന്നു വിനായകനെക്കുറിച്ച്, ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ വേഷത്തെക്കുറിച്ചൊക്കെ അന്ന് മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വെച്ചത്. മമ്മൂക്ക മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളുണ്ടെന്നും, അത് വേറെ കാര്യം, വളരെ അച്ചടക്കമുള്ള നടനാണ് വിനായകനെന്നും, അത്രത്തോളം നല്ല കഥാപാത്രങ്ങൾ അയാൾക്ക് വരുന്നുണ്ടെന്നും, അത് നന്നായി അവതരിപ്പിക്കുന്നുണ്ടെന്നും നമ്മുടെ മമ്മൂക്ക തന്നെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഏത് നടനായാലും അയാൾക്ക് ദീർഘകാലം നിലനിൽക്കാൻ കഴിയണമെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കണമെന്നും വിശ്വസിപ്പിക്കാൻ കഴിയണമെന്നും, അതാണ് വിനായകൻ്റെ വിജയവും ഇപ്പോൾ എത്തി നിൽക്കുന്നതിൻ്റെ രഹസ്യമെന്നും മമ്മൂക്ക അഭിപ്രായപ്പെട്ടിരുന്നു. വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു കളങ്കാവൽ സിനിമ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് കണ്ടിരുന്ന് ആ ഒരു സിനിമയിലേക്ക് ആഴ്ന്നിറങ്ങി നമുക്ക് കഥയെ മനസ്സിലാക്കി തരുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെയെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്. ഇത്രയൊക്കെ മാറ്റങ്ങൾ, ഇത്രയൊക്കെ കാര്യങ്ങൾ, അതായത് മനസ്സിലാക്കാൻ, ഈ കൂടുതൽ പറഞ്ഞാൽ ഒരു പക്ഷേ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നത് പോലെ ആയിപ്പോയി. എന്നാലും എല്ലാവരും ഈ സിനിമ കാണുക. വളരെ നല്ലൊരു സിനിമ തന്നെയാണ്. അതിൽ മമ്മൂക്കയും വിനായകൻ്റെയും റോളിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല, കണ്ടു തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഒന്നും പറയാനില്ല, സിനിമ വളരെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സിനിമ എല്ലാവരും പോയി കാണണം കേട്ടോ.